ഹായ്, നിങ്ങൾക്ക് സെൽ ഓർഗനൽസിൽ ഗോൾഗി ബോഡീസും കൂടി എടുക്കാനുണ്ട്. ഗോൾഗി ബോഡീസ് എന്ന് പറയുന്നത് ദേ ആർ ഗ്രൂപ്പ് ഓഫ് മെംബ്രെയിൻ ബോണ്ട് ബോഡീസ് ഫൗണ്ട് ഇൻ ദി സൈറ്റോപ്ലാസം. ദേ ആർ സെക്രീറ്ററി ബോഡീസ് പെർട്ടിക്കുലർലി അബൻഡൻറ്റ് ഇൻ ഗ്ലാൻഡുലാർ സെൽസ്. ഗ്ലാൻഡുലാർ സെൽസിലാണ് ഏറ്റവും കൂടുതൽ കാണുന്നത്. ആൻഡ് ദേ വർ ഫസ്റ്റ് റിപ്പോർട്ടഡ് ബൈ കെമിലോ ഗോൾഗി. Golgi bodies occur in all kind of cells except bacteria, mycoplasma and mature mammalian erythrocyte. Prokaryotes-ലും ഇല്ല, മൈക്കോപ്ലാസ്മയിലും ഇല്ല, അതുപോലെ എറിത്രോസൈറ്റ്സിലും ആബ്സെൻ്റ് ആണ്. In most cells there is a single set of them, but in salivary gland cells, nerve cells, liver cells, they are found in multiple sets and they are called dictyosomes. ഈ ഒരു സെല്ലിൽ മൾട്ടിപ്പിൾ സെറ്റ്സ് ആയിട്ട് ഗോൾഗി ബോഡീസ് കാണുന്നുണ്ടെങ്കിൽ അതിനെയാണ് ഡിക്റ്റിയോസോംസ് എന്ന് പറയുന്നത്. ദെൻ സ്ട്രക്ചർ ആണ് പറയുന്നത്. ഗോൾഗി ബോഡീസ് എക്സിസ്റ്റ് ഇൻ 3 ഫോംസ്, നെയിംലി ലാമെല്ലെ, ഹോസിസ്റ്റേണെ, വെസിക്കിൾസ്, വാക്യൂൾസ്. നിങ്ങൾക്ക് ഈ പിക്ചറിൽ കാണാൻ പറ്റും. ലാമെല്ലെ ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള സ്ട്രക്ചർ, ദെൻ വാക്യൂൾസ് പ്രസൻ്റ് ആണ്, ദെൻ സ്മോൾ വെസിക്കിൾസും പ്രസൻ്റ് ആണ്. All these are filled with dense enzyme rich matrix. Lamellae are flattened sacs arranged in parallel stacks or piles called Golgisomes. നമ്മൾ നേരത്തെ കണ്ടു ലാമെല്ല എന്ന് പറയുന്നത് പാരലൽ ആയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്ന ഫ്ലാറ്റൻഡ് ആയിട്ടുള്ള സ്റ്റാക്സ് ആണ്. ഇതിനെയാണ് ഗോൾഗിസോംസ് എന്ന് പറയുന്നത്. വെസിക്കിൾസ് എന്തായിരുന്നു? വെസിക്കിൾസ് ആർ ഗ്രൂപ്പ് ഓഫ് സ്മോൾ മെംബ്രെയിൻ ബോണ്ട് സ്പേസസ്. ഓക്കെ, വെസിക്കിൾസ് എന്ന് പറയുന്നത് സ്മോൾ ആണ്, മെംബ്രെയിൻ ബോണ്ട് ആയിട്ടുള്ള വാക്യൂൾസ് ആണ്, സ്പേസസ് ആണ്. വാക്യൂൾസ് എന്ന് പറയുന്നത് ദേ ആർ ലാർജ് സ്പേസസ് വിത്ത് അമോർഫസ് ഓർ ഗ്രാനുലാർ കണ്ടൻറ്റ്. അതായത് ലാർജ് ആയിട്ടുള്ള സ്പേസസ് ആണ് വിത്ത് അമോർഫസ് അല്ലെങ്കിൽ ഗ്രാനുലാർ ആയിട്ടുള്ള കണ്ടൻറ്റ് പ്രസൻ്റ് ആണ്. ലാമെല്ലെ ഫോംസ് ദി സെൻറ്റർ കോർ ഓഫ് ദി കോംപ്ലക്സ്. വെസിക്കിൾസ് ആൻഡ് വാക്യൂൾസ് റിമെയിൻ ക്രൗഡഡ് അറൗണ്ട് ദം ഇൻ ക്ലസ്റ്റേഴ്സ്. ഈ ഒരു പിക്ചറിൽ കാണുന്നത് പോലെ തന്നെ ലാമെല്ല ആയിരിക്കും സെൻറ്ററിലായിട്ട് ഉണ്ടാവുക, ആൻഡ് വെസിക്കിൾസും വാക്സ്യൂൾസും അതിൻ്റെ സൈഡിലായിട്ട് ക്ലസ്റ്റർ ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക. ദെൻ കെമിക്കൽ കോമ്പോസിഷൻ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മെംബ്രെയിൻ ബൗണ്ട് ബോഡീസ് ആണ്, ആൻഡ് അവയുടെ മെംബ്രെയിൻ എന്ന് പറയുന്നത് ഫ്ലൂയിഡ് മൊസൈക്ക് ഓർഗനൈസേഷൻ ആണ് ലാമിനാർ സ്ട്രക്ചർ കാണിക്കുന്നത്. ദേ ആർ ഫോംഡ് മെയിൻലി ഓഫ് ഫോസ്ഫോലിപ്പിഡ്സ് ആൻഡ് പ്രോട്ടീൻസ് ഇൻ ഓൾമോസ്റ്റ് ഈക്വൽ എമൗണ്ട്സ്. Then the presence of carotenoid, cholesterol, free fatty acids, triglycerides and vitamin C has also been reported in several cases. ആലോചിക്കുക, മെംബ്രെയിൻ ബൗണ്ട് ആയിട്ടുള്ള ഓർഗനലാണ്. മെയിൻ എന്ന് പറയുന്നത് ലാമെല്ലയാണ്, ഫ്ലൂയിഡ് മൊസൈക്ക് മോഡലാണ് അവരുടെ മെംബ്രെയിൻ വരുന്നത്. ഫങ്ഷൻസ്, ദേ ആർ ദ സെൻറ്റേഴ്സ് ഓഫ് സെല്ലുലാർ സെക്രീഷൻസ്. ഇവിടെ മേജർ ഫങ്ഷൻസ് ആണ് പറയുന്നത്. ഒന്ന്, സിന്തസിസ് ഓഫ് ഗ്ലൈക്കോപ്രോട്ടീൻസ്, ഗ്ലൈക്കോലിപ്പിഡ്സ്, ഫോസ്ഫോലിപ്പിഡ്സ് ആൻഡ് ലിപ്പോപ്രോട്ടീൻ. ഗ്ലൈക്കോപ്രോട്ടീൻ എന്ന് വെച്ചാൽ എന്താണ്? കാർബോഹൈഡ്രേറ്റ്. ഗ്ലൈക്കോ എന്ന് പറയുന്നത് എപ്പോഴും കാർബോഹൈഡ്രേറ്റിനായിരിക്കും. സോ കാർബോഹൈഡ്രേറ്റ് മോയിറ്റുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന പ്രോട്ടീൻസ്, ലിപ്പിഡ്സ്, അതുപോലെ ഫോസ്ഫോലിപ്പിഡ്സ്, നമുക്കറിയാം ഫോസ്ഫേറ്റ് ഗ്രൂപ്പുള്ള ലിപ്പിഡ്സ്, ലിപ്പോപ്രോട്ടീൻസ്, ഇതിൻ്റെയൊക്കെ സിന്തസിസ് ആണ്. ദെൻ സ്റ്റോറേജ് ആൻഡ് കെമിക്കൽ പ്രോസസ്സിംഗ് ആൻഡ് പാക്കേജിംഗ് ഓഫ് സെക്രീഷൻ പ്രോഡക്റ്റ്. അതായത് ലിപ്പിഡ്സ്, പ്രോട്ടീൻസ് ഇവയുടെയൊക്കെ എക്സ്പോർട്ട്, ദെൻ സ്റ്റോറേജ് ഒക്കെ. Activation of mitochondria for energy metabolism and ATP production. Then formation of primary lysosomes. Then secretion of cell plate material. Cell plate എന്താണ്? സെൽ വാൾ ഫോം ചെയ്യുന്ന മെറ്റീരിയൽ ആണ് സെൽ പ്ലേറ്റ്. സോ സെക്രീഷൻ ഓഫ് സെൽ പ്ലേറ്റ് മെറ്റീരിയൽസ് ഇവയുടെ ഫങ്ഷൻ ആണ്. സോ ഇതാണ് ഗോൾഗി.